കഴിഞ്ഞ അരനൂറ്റാണ്ടായി KJPയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന രക്തസാക്ഷികളുടെ പരമ്പരയിൽ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് സഖാവ് NK രവീന്ദ്രൻ. ഹർഷൻ ഇവിടെ സൂചിപ്പിച്ച ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആരാണ് ഈ അക്രമ പരമ്പര തുടങ്ങിയത്? ഇടതുപക്ഷ പ്രസ്ഥാനം ബ്രിട്ടീഷുകാർക്കും ജന്മിമാർക്കുമെതിരെ വാരിക്കുന്തവും വമ്പും. കഴിഞ്ഞ തവണ കുഞ്ഞിക്കണ്ണൻ സാവിന് പകരം നമ്മുടെ സുധാരണ നിർത്തിയെങ്കിൽ ഒരു 15,000 വോട്ടിനെങ്കിലും നമ്മൾ ജയിച്ചേനെ എന്നത് ഒരിക്കലും ഞങ്ങളുടെ നയമായിരുന്നു. 1940-50കളിലും കണ്ണൂരിൽ അക്രമത്തിന്റെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ KJPയും രാഷ്ട്രപരിവാറും ഉണ്ടായിരുന്നില്ല. തെക്കൻ കാനായിലെ സമ്പന്ന മുതലാളിമാരുടെ ചൂഷണത്തിനെതിരെ സംഘടിച്ച തൊഴിലാളി പ്രസ്ഥാനങ്ങളെ കായികമായി അമർച്ച ചെയ്യാൻ വേണ്ടി മുതലാളിമാർ ഇറക്കുമതി ചെയ്ത കൂരിത്തല്ലുകാരാണ് KJP എന്ന വലിയ വിഷമിക്കുന്ന ഈ പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചത്. ചരിത്രത്തിൽ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. 1960കളിലും പ്രത്യേകിച്ച് 1971-ൽ തലശ്ശേരിയിൽ KJPക്കാർ സൃഷ്ടിച്ച വർഗീയ ലഹളകൾ, സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള ഗുണ്ടാ ആക്രമണങ്ങൾ, ഇതൊക്കെയാണ് കണ്ണൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാക്കുന്നതിന് വിത്തുപാകിയത്. ഇവിടെ ശ്രീമതി രാധാ ബാലകൃഷ്ണൻ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ് രാഷ്ട്രപരിവാറുകൾ എന്ന് പറയുന്നത് കേട്ടു. ഇത് കേട്ടാലേ കണ്ണൂരിലെ കൊച്ചുകുട്ടികൾ വരെ പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും. ഈ കൊലപാതകം നടക്കുന്നതുകൊണ്ട് 4 ദിവസം മുമ്പ് തലശ്ശേരി ടൗണിൽ പരസ്യമായി പൊതുയോഗം എന്ന പേരിൽ നടത്തിയ പരസ്യമായ രാഷ്ട്രീയ കൊലവിളി കേരളം കണ്ടില്ലെന്ന് നടക്കണം. സഖാവ് NK രവീന്ദ്രന്റെ രക്തസാക്ഷിത്വം കണ്ണൂരിൽ മനുഷ്യന്റെ ജീവിതം ഇന്ന് ഇതേ ധനത്തിലേക്കൊണ്ടേയിരിക്കുന്നു. ഇത് നിങ്ങളുടെ ആരോഗ്യമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിയാകാം, വിവാഹം, ഒരു ശുഭകാര്യം ഏതുമാകാം. ഈ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ഒരു കാലുറപ്പിച്ച് മറ്റേതെടുത്ത് വെക്കണമെങ്കിൽ ഏത് ആവശ്യമാണോ അതാണ് ധനം. ഒരു ലിസ്റ്റ് ഉണ്ടായിക്കോ. ഇത് ഇന്നീ ലോകത്ത് മനുഷ്യ ജീവിതത്തിൽ ഇത്രയും മഹത്വമുള്ള ഈ ധനം ആവശ്യത്തിനനുസരിച്ച് എത്ര ആളുകളുടെ അടുത്തുണ്ട്? ശതമാനം ആളുകൾക്ക് മൊബൈലായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ചായ ഉത്തരം കൊടുക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു നൽകുന്ന പോലെ ബുദ്ധിമുട്ടുള്ള പിന്നെ എനിക്ക് കൊപ്പരയാട്ടിക്കണം. മനുഷ്യനും സാമ്പത്തികമായി അതൊക്കെ വേഗം കഴിയൂ. കൊപ്പരയാട്ടിച്ച് ഞാൻ വൈകുന്നേരം അതിനുവേണ്ടി നിരന്തരമായി ഇത് മാത്രമല്ല, ധനസമ്പാദനത്തിന്റെ കാര്യത്തിൽ എത്ര പ്രാവശ്യം പരാജയപ്പെടുന്നുവോ വീണ്ടും വീണ്ടും അതിനായി പരിശ്രമിക്കും. എന്നാൽ ഈ പരിശ്രമം കാറ്റിന്റെ ഗതി അനുസരിച്ച് തൻ്റേതല്ലാത്ത കാരണത്താൽ 2 കുട്ടികളുള്ള തീയ യുവതി 32 ശുദ്ധജാതകം. എന്താ നോക്കുന്ന? എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെ പോയാ നിങ്ങൾക്ക് പെണ്ണ് കിട്ടുമെന്ന് തോന്നില്ല കേട്ടോ. ചൊവ്വാദോഷമായി പോയില്ലടോ. ചൊവ്വാദോഷം നിങ്ങൾ FB ഉണ്ടാതെയല്ല, മൂത്രം കോരി മുഖത്തേക്കാൻ പറയുന്നതാണ് നിങ്ങൾ. ഏതെങ്കിലും പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുക? എടോ ഞാൻ പറഞ്ഞല്ല, ബാബ പറഞ്ഞ. അയക്ക് കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ പോയാൽ 5 കൊല്ലം കഴിഞ്ഞവനൊരു സന്യാസിയാവും. അമ്മേ ഒന്ന് പോചക്ക. എടാ ഉപേന്ദ്രന് നാത്തു പോണം. ഓൻ്റെ അവിടെ കൊടുക്കാനുള്ള അരി സാധനം എല്ലാം മാഷിൻ്റെ അടുത്തുനിന്ന് എടുത്തോ, പിന്നെ കൊടുക്കാം. ജീപ്പ് എടുത്തോ. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം, നീ എടേക്ക്. രക്തസാക്ഷികൾ ധീരന്മാർ.
പ്രിയപ്പെട്ട സഖാക്കളെ, അടുത്തതായി പാർട്ടിക്ക് വേണ്ടി ധീര രക്തസാക്ഷിത്വം വരിച്ച സഖാവ് NK രവീന്ദ്രൻ കുടുംബ സഹായ ഫണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഇന്നും സമരവീര്യം ചോർന്നു പോകാത്ത പാർട്ടിയുടെ ധീര പോരാളിയും ജീവിക്കുന്ന രക്തസാക്ഷിയുമായ സഖാവ് കല്ലേൽ മോഹനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യ സംഭാവനയുടെ ചെക്ക് പാർട്ടിക്ക് വേണ്ടി ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടിയുടെ മുന്നണി പോരാളിയുമായ സഖാവ് ചെന്യം സുധാകരനാണ്. ലാൽ സലാം സഖാവേ. ലാൽ സലാം. ഈ അവസരത്തിൽ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി സഖാവ് ചെന്യം സുധാകരനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, കയ്യൂരിന്റെയും കരിവള്ളൂരിന്റെയും വിപ്ലവ സ്മരണകൾ തുടിക്കുന്ന ഈ കണ്ണൂരിന്റെ മണ്ണിൽ ഒരു രക്തതാരകം കൂടി ഉദിച്ചിരിക്കുന്നു. സഖാവ് NK രവീന്ദ്രൻ. ചെന്നിയത്തിന്റെ മണ്ണിൽ വീണ സഖാവ് രവീന്ദ്രന്റെ ചുടുചോരിയെ സാക്ഷിയാക്കി ഞാനിതാ പ്രഖ്യാപിക്കുന്നു, നമ്മൾ തിരിച്ചടിക്കും, നമ്മൾ തിരിച്ചടിച്ചിരിക്കും, പകരം ചോദിച്ചിരിക്കും. പട്ടിണി പാവങ്ങളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും തോളോട് ചേർന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നും പൊരുതിയ നമ്മുടെ പ്രിയ സഖാവിന്റെ ചോരക്ക് പകരം ചോദിക്കാതെ ചെന്നിയത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഉറങ്ങുകയില്ല. പ്രിയ സഖാക്കളെ, MSPക്കാരുടെ തോക്കിനു മുന്നിൽ തലകുനിക്കാത്ത ഈ പാർട്ടിയുടെ വീര്യം കെടുത്താൻ സ്റ്റീൽ ബോംബും വടിവാളും കൊണ്ട് കഴിയും എന്ന് കരുതുന്ന മണ്ടന്മാരായ ഫാസിസ്റ്റ് ക്രിമിനലുകളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. നൂറുകണക്കിന് വിപ്ലവകാരികളുടെ ജീവത്യാഗത്തിന്റെ തീയിൽ കുരുത്ത ഈ പ്രസ്ഥാനത്തിന്റെ ഉൾക്കരുത്ത് നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഫാസിസ്റ്റ് വർഗീയവാദികൾ ഇന്ത്യ ഭരിക്കുന്നുണ്ടാവും, അവരെ നാം ഓർമ്മിപ്പിക്കട്ടെ. കാവാലികരെ, നിങ്ങളുടെ അധികാര ഹുങ്കിന് മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ജാനിക്കുട്ടി, നീ എന്തിനാ എപ്പോ ഇങ്ങനെ പൈസ ചെലവാക്കുന്നത്? എന്റെ ജാനമോൾക്ക് വരച്ചു പഠിക്കാനല്ലേ? നീ മേടിച്ചു കൊടുക്കും, എന്നിട്ട് അതുപോലെ ഓരോന്ന് ഓള് വേണമെന്ന് പറയുമ്പോ ഞാൻ ഏടെന്നെടുത്ത് കൊടുക്കാനാ? നെയ്ത്തുശാലയിൽ നിന്ന് ആകെ കിട്ടുന്ന 3000 റുപ്യ. എന്നോട് പറഞ്ഞാ പോരെ? നീ അമേരിക്ക പോവല്ലേ, പിന്നെ നിന്നെ കാണാൻ കൂടി കിട്ടൂല. ഞാൻ മൈസൂരിൽ പോയപ്പോ നീ എന്നെ കാണുന്നില്ലേ? പിന്നെ അമേരിക്കയും മൈസൂരും ഒക്കെ ഇപ്പോൾ ഒരുപോലെ തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. എൻ്റെ സ്കോളർഷിപ്പ് ഒന്ന് ശരിയായിക്കോട്ടെ. പിന്നെ എൻ്റെ ജാനിമോള് വലുതാവുമ്പോൾ ഞങ്ങളൊന്ന് അമേരിക്കയിലേക്ക് പോവും, അല്ലേ ജാനിക്കുട്ടി?